നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞാനെൻ്റെ ദൗത്യം പൂർത്തിയാക്കി, ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമെന്ന് ഇപ്പോൾ വത്തിക്കാൻ പറയുന്നു. പോപ്പിൻ്റെ ആരോഗ്യനില ഇന്നലത്തേക്കാൾ കൂടുതൽ ഗുരുതരമായി. 88 വയസ്സുള്ള അദ്ദേഹം ഇന്നലെ ചാരുകസേരയിലിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് വത്തിക്കാൻ. വളരെ ഉയർന്ന തോതിൽ അദ്ദേഹത്തിന് ഓക്സിജൻ വേണം. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ നിന്നും കൃത്യമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ആശുപത്രിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും മറച്ചു വയ്ക്കാതെ കൃത്യമായ വാർത്താക്കുറിപ്പുകൾ ഇറക്കുക. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു. കൂടുതൽ രക്തം മാർപ്പാപ്പയ്ക്ക് ആവശ്യമായി വന്നു. പരിശുദ്ധ പിതാവിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ വാർത്താക്കുറിപ്പ്. ഇന്നലത്തേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചിട്ടും പരിശുദ്ധ പിതാവ് ജാഗ്രത പാലിക്കുന്നു. അദ്ദേഹം ഒരു ചാരുകസേരയിൽ പരമാവധി തൻ്റെ ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലോകത്തോട് എല്ലാം തുറന്നു പറയണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. പോപ്പിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ ആദ്യമായി അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായത്. അദ്ദേഹം പോപ്പാണ്. ഡോക്ടർമാരിൽ ഒരാൾ പറയുന്നു അദ്ദേഹം ഒരു മനുഷ്യനുമാണ്. പ്രായപൂർത്തിയായപ്പോൾ ശ്വാസകോശത്തിന് ചുറ്റുമുള്ള ഒരു വീക്കം പ്ലൂറിസി ആയി വികസിക്കുകയും 21-ാം വയസ്സിൽ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ശ്വാസകോശ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയേറിയത്. 2023 മാർച്ചിൽ ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 3 രാത്രികൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു. പലപ്പോഴും ആശുപത്രിവാസം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ ഇപ്പോൾ കാതോർത്ത് വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവിന് എന്ത് സംഭവിക്കും? കത്തോലിക്ക സഭയ്ക്കിത് തിരക്കേറിയ ജൂബിലി വർഷമാണ്. റോമിൽ ധാരാളം സന്ദർശകരുള്ള സമയം. ഒരിക്കലും നിഷ്ക്രിയനായിരിക്കാൻ ആഗ്രഹിക്കാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് അടുക്കുന്നുവെന്നാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള സൂചനകൾ. റോമിലെ ജെമല്ലി ആശുപത്രിക്ക് പുറത്ത് കത്തോലിക്കർ മെഴുകുതിരിയുമായി കാത്തു നിൽക്കുന്നു തങ്ങളുടെ പ്രിയ പിതാവിനു വേണ്ടി. പൂക്കൾ, കത്തുകൾ എന്നിവ ഇഷ്ടം പോലെ സമർപ്പിക്കുന്നു. റോമിലെ ജെമല്ലി ആശുപത്രിക്ക് പുറത്ത് അവിടെ ഏറ്റവും പ്രശസ്തരായ രോഗികളിൽ ഒരാളായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. വെളുത്ത കരാര മാർബിളിൽ നിർമ്മിച്ച് വേദനയാൽ നെറ്റിച്ചുളിഞ്ഞ നിലയിൽ കുനിഞ്ഞൊരു കുരിശുരൂപം പിടിച്ചിരിക്കുന്ന അവസാന വർഷങ്ങളിലെ പോണ്ടിഫിനെ ചിത്രീകരിക്കുന്നു. 1981 മെയ് മാസത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ഒരു വധശ്രമം. വെടിയേറ്റ ജോൺ പോളിൻ്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് ജെമല്ലി ആശുപത്രിയിലെ ഡോക്ടർമാർ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. വയറ്റിൽ നിന്നൊരു വെടിയുണ്ട നീക്കം ചെയ്യാൻ 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. 25 വർഷത്തെ പോണ്ടിഫിക്കേറ്റ് കാലയളവിൽ ജോൺ പോളിനെ ഏകദേശം 10 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിലപ്പോൾ ദീർഘകാലം താമസിപ്പിക്കേണ്ടിയും വന്നു. 1960കളിൽ ആരംഭിച്ച ഒരു കത്തോലിക്ക ആതുരാലയമാണ് ജെമല്ലി. 1500-ലധികം കിടക്കകളുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രികളിലൊന്ന്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തുടരുമ്പോൾ വത്തിക്കാനിൽ ചില കാഴ്ചകൾ ഇപ്പോൾ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അസുഖം ബാധിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഓരോ ദിവസവും കൂടുതൽ മോശമാകുന്ന നിലയ്ക്ക് ലോകം അദ്ദേഹത്തിന്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചേക്കാം. ഒരു പോപ്പിന്റെ മരണം. 2013 ഫെബ്രുവരി 28-ന് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2013-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ചുമതലകൾ ഏറ്റെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ബഹുമാനാർത്ഥം അദ്ദേഹം ആ പേര് സ്വീകരിച്ചു. മാർച്ച് 13-ന് ഒരു കോൺക്ലേവിന് ശേഷം അദ്ദേഹം ബെനഡിക്റ്റിന്റെ പെൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വത്തിക്കാന് അതിൻ്റെതായ ചില പരമ്പരാഗത രീതികളുണ്ട്. വത്തിക്കാൻ്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കാമർലെങ്കോ ഉപയോഗിച്ച് ഒരു പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. നിലവിൽ ആ സ്ഥാനം വഹിക്കുന്നത് ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരലെയാണ്. കാമർലെങ്കോ ടെസ്റ്റ് എന്നത് പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു പരമ്പരാഗത ചടങ്ങാണ്. ഈ ആചാരത്തിൽ മാർപ്പാപ്പയുടെ സ്നാനനാമം 3 തവണ വിളിക്കുന്നു. ഒരു വെള്ളി ചുറ്റിക കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മൃദുവായി തട്ടുന്നു. പോപ്പ് പ്രതികരിച്ചില്ല എങ്കിൽ കാമർലെങ്കോ മാർപ്പാപ്പയുടെ മരണം പ്രഖ്യാപിക്കുന്നു. മരണമുറി എന്നാണ് ആ മുറിയെ വിശേഷിപ്പിക്കുന്നത്. മരണമുറിയുടെ വാതിൽക്കൽ കർദിനാൾ കാമർലെങ്കോ നിൽക്കുന്നു.
അദ്ദേഹം പോപ്പിൻ്റെ സ്നാനനാമം 3 തവണ അവിടെ നിന്ന് വിളിക്കുന്നു. പോപ്പിൻ്റെ മരണത്തിനും പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുമിടയിൽ ഒരു മാർപ്പാപ്പ പരിവർത്തന കാലഘട്ടം ഉണ്ടാകുമ്പോഴാണ് ഈ ആചാരം നടത്തുന്നത്. കാമർലെങ്കോ എന്ന വാക്കിന്റെ അർത്ഥം അപ്പസ്തോലിക് സംവിധാനത്തെ നയിക്കുന്ന ഒരു കർദിനാൾ എന്നാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്വത്തുക്കളും വരുമാനവുമൊക്കെ കൈകാര്യം ചെയ്യുന്ന പേപ്പൽ കുടുംബത്തിന്റെ ഒരു ഓഫീസ്. എങ്കിലും സാധാരണയായ മെഡിക്കൽ മാർഗങ്ങളിലൂടെ ഡോക്ടർമാർ മാർപ്പാപ്പമാരുടെ മരണം പ്രഖ്യാപിക്കാറുണ്ട്. ഒരു പോപ്പ് വൈദ്യ ചികിത്സകളോട് പ്രതികരിക്കുന്നത് നിർത്തി നിശ്ചലനായി കിടക്കുമ്പോൾ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മാർപ്പാപ്പ രേഖകളുടെ മുദ്രയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ മുദ്രമോതിരം വികൃതമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ മാർപ്പാപ്പയുടെ അപ്പാർട്ട്മെന്റുകൾ അപ്പോൾ തന്നെ സീൽ ചെയ്യും. വത്തിക്കാൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രസ്താവനയിലൂടെ ലോകത്തെ അദ്ദേഹത്തിന്റെ മരണം അറിയിക്കുന്നതിന് മുൻപ് മുതിർന്ന സഭാ ഉദ്യോഗസ്ഥരുടെ ഭരണസമിതിയായ കോളേജ് ഓഫ് കാർഡിനൽസിനെ കാമർലെങ്കോ മാർപ്പാപ്പ മരിച്ചതായി അറിയിക്കുന്നു. ഒരു പോപ്പിന്റെ മൃതദേഹം സാധാരണയായി അദ്ദേഹത്തിന്റെ മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കാറുണ്ട്. കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ നിലവിൽ 91 വയസ്സുള്ള ഇറ്റാലിയൻ ജിയോവന്നി ബാറ്റിസ്റ്ററെ എന്നിവരുടെ നേതൃത്വത്തിലാണിത് പ്രവർത്തിക്കുന്നത്. സാധാരണ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് വത്തിക്കാൻ ഗ്രോട്ടോകളിലാണ്, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് താഴെയുള്ള ഗ്രോട്ടോകൾ. എന്നാൽ 2023 ഒരു അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആഗ്രഹം പറഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ പള്ളികളിലൊന്ന് റോമിലെ സാന്താ മരിയ മാഗ്യൂർ ബസിലിക്കയിലായിരിക്കണം തന്റെ അന്ത്യവിശ്രമമെന്ന്. വത്തിക്കാന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു പോപ്പിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണം 9 ദിവസം നീണ്ടു നിൽക്കും. ഈ കാലഘട്ടം നൊവേന്റിയൽ എന്നറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു പുരാതന റോമൻ ആചാരമാണ്. ഈ കാലയളവിൽ പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹം അനുഗ്രഹിക്കുകയും പേപ്പൽ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യും. പൊതുജനങ്ങൾക്കായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ മൃതദേഹം പ്രദർശിപ്പിക്കും. ചരിത്രപരമായി പോപ്പുകളെ പലപ്പോഴും എംബാം ചെയ്യുകയും സംസ്കരിക്കുന്നതിന് മുൻപ് ചിലരുടെ അവയവങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. റോമിലെ ട്രെവി ഫൗണ്ടന് സമീപമുള്ള ഒരു പള്ളിയിൽ 20-ലധികം പോപ്പുകളുടെ ഹൃദയങ്ങൾ മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവ വിശുദ്ധ തിരുശേഷിപ്പുകളായി അറിയപ്പെടുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ദർശനം നൽകുന്ന പ്രക്രിയ സംശയാസ്പദമാണ്. ഏറെ ലളിതമായി വേണം തന്റെ ശവസംസ്കാര ചടങ്ങുകൾ എന്ന് മാർപ്പാപ്പ നേരത്തെ നിഷ്കർഷിച്ചിരുന്നു. പോപ്പിന്റെ ശവസംസ്കാരത്തിന് ശേഷം ഏകദേശം 3 ആഴ്ച കഴിഞ്ഞ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് വളരെ രഹസ്യമായ ഒരു പ്രക്രിയ ചേരുന്നു. കഴിഞ്ഞ 700 വർഷമായി തുടരുന്ന പാരമ്പര്യമായി നടക്കുന്ന കോളേജ് ഓഫ് കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിൽ ഒരു കോൺക്ലേവ്. പോപ്പ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പരസ്യമായി പ്രചരണം നടത്തുന്നില്ല എന്നുറപ്പിക്കേണ്ടതുണ്ട്. പകരം വത്തിക്കാൻ നിരീക്ഷകർ പൊതുവെ കർദിനാൾമാരെ പോപ്പ് സ്ഥാനം വഹിക്കാൻ പ്രാപ്തരാണ് എന്ന് കരുതുന്നു. ഒരു പോപ്പിന്റെ മരണം അല്ലെങ്കിൽ ബെനഡിക്ട് 16 പോപ്പിന്റെ രാജി പോലുള്ള അപൂർവ സന്ദർഭങ്ങൾ വത്തിക്കാൻ ഒരു മാർപ്പാപ്പ കോൺക്ലേവ് വിളിച്ചുകൂട്ടുന്നു. അതിൽ സഭയുടെ അടുത്ത തലവനെ തിരഞ്ഞെടുക്കാൻ കാർഡിനൽസ് കോളേജ് ഒത്തുചേരുന്നു. 2025 ജനുവരി 22 കോൺക്ലേവിന്റെ നിയമങ്ങൾ പ്രകാരം 252 കർദിനാളന്മാരിൽ 138 പേർക്ക് വോട്ടവകാശമുണ്ട്. 80 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ സിസ്റ്റൈൻ ചാപ്പലിൽ രഹസ്യ ബാലറ്റിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. വോട്ടെടുപ്പ് ദിവസം മൈക്കലാഞ്ചലോ വരച്ച പ്രശസ്തമായ സീലിംഗുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഭൗതികമായി അടച്ചുപൂട്ടും. രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്ത കർദിനാൾമാരെ അകത്ത് അടച്ചിടുകയും ചെയ്യും. ഏകദേശം 120 പേർ രഹസ്യമായി തങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഒരു ബാലറ്റിൽ അവരുടെ പേരെഴുതി ബലിപീഠത്തിന് മുകളിൽ വയ്ക്കും. ഒരു സ്ഥാനാർത്ഥിക്കും ആവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു റൗണ്ട് വോട്ടെടുപ്പിലേക്ക്. ഒരു ദിവസം 4 റൗണ്ടുകൾ വരെ തുടരും. ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞാൽ വത്തിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ മുൻകൂട്ടി സ്ഥാപിച്ച സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലെ ഒരു സ്റ്റൗവിൽ അത് കത്തിക്കുന്നു. രണ്ടാമത്തെ സ്റ്റൗ കത്തിച്ചുകൊണ്ട് ഒരു പുകച്ചുരുൾ ഉയരുന്നു. അതൊരു ചിമ്മിനിയിലൂടെ പുറം ലോകത്തേക്ക് ഒരു പുക സിഗ്നൽ അയക്കുന്നു. കറുത്ത പുക എന്നാൽ പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. വെളുത്ത പുകയെന്നാൽ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഒരു പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കാർഡിനൽസ് കോളേജിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖീകരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന ബാൽക്കണിയിൽ നിന്ന് നമുക്കൊരു പോപ്പുണ്ട് എന്നർത്ഥമുള്ള
ഹാമെപ്പസ് പാപം എന്ന ലാറ്റിൻ പ്രഖ്യാപനം വായിക്കുന്നു. പിന്നീട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ഒരു മാർപ്പാപ്പ നാമം തെരഞ്ഞെടുത്ത് ഒരു വെളുത്ത കസൂക്ക് ധരിച്ച് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. തന്നെ ലളിതമായ ഒരു പെട്ടിയിൽ അടക്കം ചെയ്യണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ശവസംസ്കാരത്തിന് ഇനി സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത 3 ശവപ്പെട്ടികൾ ആവശ്യമില്ല. തൻ്റെ അന്ത്യയാത്ര ലളിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പോപ്പാണ്, ഒപ്പം ഒരു മനുഷ്യനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.